ഇതൊരു ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബട്ടറാണ് ഇത്. ഞാൻ ചേർത്തേക്കുന്നുണ്ടല്ലോ, 1.5 ഗ്ലാസ് അരി ചേർത്തിട്ടുണ്ട്, 3/4 ഗ്ലാസ് ഉഴുന്ന്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ദോശമാവ് ഒന്ന് അരക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ദോശമാവെല്ലാം അരച്ച് വെക്കുന്നുണ്ട്. എനിക്ക് കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു ഫോർക്ക് എടുത്ത് ഞാനിങ്ങനെ 5 മിനിറ്റ് മിക്സ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നത് എനിക്കിഷ്ടമില്ല, പക്ഷേ ഇത് നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി മാവെല്ലാം കിടുക്കാച്ചിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നല്ലതുപോലെ പൊങ്ങി അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. വിയർത്തെഴുന്നേറ്റ്. അപ്പോൾ ഇതേ നമ്മുടെ റാഗി ഇട്ടുള്ളതായ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇതേ ഇവിടെ നോക്കിയാൽ എത്ര സോഫ്റ്റാണെന്ന്. നിങ്ങളിത് കഴിച്ച് ഉണ്ടാക്കി നോക്കണേ. അതിൻ്റെ കൂടെ ചൂട് സാമ്പാറും. കഷ്ണമെല്ലാം ഉടഞ്ഞു പോയി കേട്ടോ. ഇപ്പോൾ ഇതുണ്ടല്ലോ, ഒരു ചെറിയ പച്ചക്കറി പരിപാടിയാണ്. കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. ഈ പച്ചമുളകും തക്കാളിയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഞാൻ കാണിക്കാവേ. ഉണ്ടോ, എല്ലാ എരിയുള്ള പച്ചമുളകാണ്. മീൻതോരനൊക്കെ എന്താ വില ബീൻസിന്? 160 രൂപ കിലോയ്ക്ക് ബീൻസിന്. ഭയങ്കര വില കേട്ടോ. ഞാൻ പിന്നെ ഒരു ശകലം അത്യാവശ്യമായതുകൊണ്ട് ഒരു ശകലം ബീൻസ് വാങ്ങിച്ചേ. ഭയങ്കര വില, തീ പിടിച്ച വില. ഓഹോ. ഇപ്പോൾ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശകലം കൂടി പോയോന്ന് സംശയമുണ്ട്. സാരമില്ല, പോട്ടല്ലേ. ഞാനിവിടെ എടുത്തേക്കുന്നതിനകത്തുണ്ടല്ലോ, വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക് കാറ്റിട്ട് കൊടുക്കാം. ഇത് ബീൻസും കൂടെ കൊടുത്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ഇട്ട കാര്യം നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നേ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം കേട്ടോ, 5 മിനിറ്റ്. എനിക്ക് കറുകറാന്നിരിക്കുന്നതാണ് ഇഷ്ടം ഈ വെജിറ്റബിൾസൊക്കെ, അതിൻ്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടാതെ. നേരം എല്ലാം നമ്മൾ ഇട്ടു മിക്സ്. അപ്പം ചോറുണ്ണാൻ എല്ലാവരും പോരെ. ഫ്രൈഡ് റൈസിനകത്തോട്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മല്ലിയില ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിന്നെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, ബീട്രൂട്ടിൻ്റെ സമ്മന്തിയാണ്. അത് ഞാനൊരു അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല